ഐഷമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്നൊരു സർപ്രൈസ് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. ചാച്ചൻ വരുന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പതുക്കെ പതുക്കെ കേക്ക് രണ്ട് കഷ്ണാവും. ഐഷമ്മ ഇത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് കേട്ടോ. എന്തായാലും സർപ്രൈസ് നമുക്ക് നേരത്തെ പൊളിക്കാൻ പറ്റില്ലല്ലോ. കേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാൾക്കും പിന്നെ ഭയങ്കര ത്വരയായിട്ടോ. ഇതിലിപ്പോൾ ആരുടെ ബർത്ത്ഡേ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. കേക്ക് കട്ടിങ്ങിനൊക്കെ മുൻനിരയിൽ തന്നെ 2 പേരുണ്ടായിരുന്നു. 2 പേരുടെയും കയ്യില്ലാത്ത ഒരു കേക്ക് കട്ടിങ് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് കേക്ക് ഷെയറിങ്ങും കഴിഞ്ഞ് പപ്പയ്ക്ക് താഴെ ഒരു കഷ്ണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതുമോൻ അത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഐശുവിൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും, അതും പപ്പ അമ്മ ഇല്ലാത്ത ഒരു സെലിബ്രേഷൻ. അതുകൊണ്ട് തന്നെ ഐശുമ ഭയങ്കര സാഡിലാണ് കേട്ടോ. അമ്മയുടെ അമ്മ മരിച്ചതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ശോകത്തിലാണ് എല്ലാവരും. പിന്നെ ഏതുമോനെ ഓക്കെയാണോ അമ്മാമ്മ ഇല്ലാണ്ട് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതുമോനെ ഓക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് അന്വേഷണമൊക്കെ ഉണ്ട്, JCB വാങ്ങാൻ പോയേക്കാണ് എന്നും പറഞ്ഞിട്ടാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ സമ്മതത്തോടു കൂടിയാണ് പോയേക്കണേ, ഇവൻ്റെ അറിവോട് കൂടിയാണ് പോയേക്കണേ. അതുകൊണ്ട് തന്നെ കൊച്ച് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഐശുവിനെ തട്ടി മാറ്റിയിട്ട് ദേ ഈ ആക്രാന്തത്തോടു കൂടി കഴിക്കുന്നത് സ്ട്രോബെറി ആണ് കേട്ടോ. വേറെ ആരും കഴിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ചാച്ചൻ ദേ കയറി വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തോന്നുമെങ്കിലും 28 വയസ്സായി യോഗ്യം 24 അയച്ചൊക്കെ വിളിക്കുന്ന കൊണ്ട് ഇവിടെ മാത്രം അയച്ചോ ചേച്ചി അതെങ്കിലും വിളിക്കണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അബദ്ധം പറ്റുകയും ചെയ്തു. ഞാൻ വലിയ കാര്യത്തിൽ ട്രൈപോഡിൽ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ എല്ലാത്തിലും എൻ്റെ തല അധികം കിട്ടിയിട്ടില്ല. എന്നാലും സാരിയില്ല, മെയിൻ ആളുടെ തല കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. അപ്പോൾ നമ്മുടെ ഐശുമ്മയുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രേ ഉള്ളൂ. നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അമ്മയില്ല, പിന്നെ പോരാത്തതിന് അമ്മയുടെ അമ്മ മരിച്ചിരിക്കുന്ന കറക്റ്റ് സമയം കൂടിയാണ്. അത് കാരണം നമ്മൾ വലിയ രീതിയിൽ സെലിബ്രേഷൻ ഒന്നും നടത്തിയില്ല. എന്നാലും സാരില്ല, നമുക്കത് വഴിയേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.